കോടി രൂപയുടെ വെള്ളയമ്പലം ATM തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്ന് വിചാരണ നേരിടുന്ന റുമേനിയക്കാരായ 2 പ്രതികൾക്ക് ജാമ്യക്കാരെ കൊണ്ടുവന്ന ഇടനിലക്കാരനും പ്രതികളുടെ അഭിഭാഷകനും തമ്മിൽ നടന്ന വാക്കേറ്റം കയ്യാങ്കളിയിലെത്തി. തുടർന്ന് വഞ്ചിയൂർ കോടതി വളപ്പ് സംഘർഷഭരിതമായി. ഇന്ന് ഉച്ചയ്ക്ക് 12:30യോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് റുമേനിയക്കാരുടെ വിചാരണ നടത്തി വന്നത്. എന്നാൽ ഇന്ന് CJM അവധിയായതിനാൽ അഡീഷണൽ CJM കോടതിക്കായിരുന്നു ചുമതല. അതിനാൽ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന 2 പ്രതികളെയും എസ്കോർട്ട് ഡ്യൂട്ടി AR ക്യാമ്പ് പോലീസ് ACGM കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. പ്രതികൾക്ക് നേരത്തെ അനുവദിച്ച ജാമ്യം നടപ്പിലാക്കുന്നതിനായി ജാമ്യക്കാരുണ്ടെന്ന് കോടതി അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് കോടതി കേസ് വീണ്ടും വിളിക്കാനായി മാറ്റിവെച്ചു. റുമേനിയക്കാർക്ക് ജാമ്യം നിൽക്കാനായുള്ള ജാമ്യക്കാരെ ഇടനിലക്കാരനായ അഭിലാഷ് എന്നയാളാണ് ഹാജരാക്കിയത്. പ്രതികളുടെ അഭിഭാഷകൻ ജാമ്യക്കാരുടെ തിരിച്ചറിയൽ രേഖകളുടെ ആധികാരികത പരിശോധിക്കുകയും കോടതിയുടെ ചോദ്യങ്ങളും നൽകേണ്ട മറുപടിയും ജാമ്യക്കാർക്ക് പറഞ്ഞുകൊടുക്കാനും തുനിഞ്ഞപ്പോൾ താനെല്ലാം പറഞ്ഞുകൊടുത്തിട്ടുണ്ടെന്നും കൂടുതലായി പഠിപ്പിക്കേണ്ടെന്നും പറഞ്ഞ് അഭിലാഷ് അഭിഭാഷകനോട് കയർത്തു. വാക്കുതർക്കത്തിനൊടുവിൽ അഭിഭാഷകനെ ഇയാൾ തള്ളി. ഇതുകണ്ട് അഭിഭാഷകർ എത്തി ഇയാളെ കൈകാര്യം ചെയ്ത ശേഷം വഞ്ചിയൂർ പോലീസിന് കൈമാറുകയായിരുന്നു. റുമാനിയ രാജ്യത്തെ ദോൾജ സംസ്ഥാനത്ത് ക്രയോവ നഗരത്തിൽ സാധു തെരുവിൽ ഇലി ഗബ്രിയേൽ മരിയൻ, അലക്സാണ്ടർ മാരിയാനോ എന്നിവരെയാണ് കോടതി വിചാരണ ചെയ്യുന്നത്. ഇവരുടെ ജാമ്യമെടുപ്പാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ജാമ്യക്കാരെ ഹാജരാക്കാത്തതിനാൽ പ്രതികളുടെ റിമാൻഡ് ACJM ദീർഘിപ്പിച്ചു. പ്രതികളായ 6 അംഗ റുമേനിയൻ സംഘത്തിലെ 4 പ്രതികൾ ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് ഒളിവിൽ പോയി. കവർച്ചയിൽ ഭാഗവാക്കുകളായ 2 മുതൽ 5 വരെയുള്ള പ്രതികളായ ക്രിസ്ത്യൻ, വിക്ടർസ, ബോഗ്ദീൻ, ഫ്ലോറിയൻ എന്നിവരാണ് ഒളിവിൽ പോയത്. ഇവർക്കെതിരെ കോടതി ഉത്തരവ് പ്രകാരം വിമാനത്താവളങ്ങളിൽ തെരച്ചിൽ നോട്ടീസും റെഡ് കോർണർ നോട്ടീസും നൽകിയിട്ടുണ്ട്. 2016 ഓഗസ്റ്റ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബാങ്കിന്റെ 60 ഇടപാടുകാരാണ് തട്ടിപ്പിനിരയായത്. ബാങ്ക് ഇടപാടുകാരെയും ബാങ്ക് അധികൃതരെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു തലസ്ഥാന നഗരത്തിൽ നടന്ന തട്ടിപ്പ്. വിനോദസഞ്ചാരികളെന്ന വ്യാജേന തലസ്ഥാനത്തെത്തിയ 6 അംഗ റുമേനിയൻ കൊള്ളസംഘം തിരുവനന്തപുരം വെള്ളയമ്പലം ആൽത്തറ ജംഗ്ഷനിലെ ATMൽ പ്രത്യേകതരം ഉപകരണം സ്ഥാപിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ATMനകത്ത് സ്ഥാപിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇടപാടുകാരുടെ ATM കാർഡ് വിവരങ്ങളും രഹസ്യ പിൻ നമ്പരും ശേഖരിച്ച ശേഷം മുംബൈയിലെ ATMകളിൽ നിന്ന് പണം പിൻവലിക്കുകയായിരുന്നു. അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമായതായി കാണിച്ച് ഇടപാടുകാർ പരാതി നൽകിയതോടെയാണ് വൻ തട്ടിപ്പ് പുറം ലോകമറിഞ്ഞത്. അക്കൗണ്ട് ഉടമകളായ 60 പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 6 പ്രതികളുള്ള കേസിലെ രാജ്യാന്തര കൊള്ളസംഘത്തിലെ മുഖ്യപ്രതി ഇലി ഗബ്രിയേൽ മരിയനെ മുംബൈയിലെ നവി മുംബൈ വാശിതുംഗ ഹോട്ടലിൽ നിന്ന് മുംബൈ പോലീസ് 2016 ഓഗസ്റ്റിൽ തന്നെ പിടികൂടിയിരുന്നു. ATMൽ നിന്ന് പണം പിൻവലിച്ച് ഹോട്ടലിലെത്തിയ മരിയനെ കേരള പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 2017 ഏപ്രിലിൽ കെനിയയിൽ വെച്ചാണ് 6ാം പ്രതിയായ അലക്സാണ്ടർ മരിയാനോയെ അറസ്റ്റ് ചെയ്തത്. ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇയാളെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയത് 2018 മാർച്ച് 3-നാണ്. ഇന്ത്യയിൽ കുറ്റകൃത്യം ചെയ്ത ശേഷം ഒരു പ്രതി വിദേശത്തേക്ക് കടന്നാൽ ആ രാജ്യവും ഇന്ത്യയും തമ്മിൽ എക്സ്ട്രാഡിഷൻ ട്രീറ്റി നിലവിലുണ്ടെങ്കിൽ മാത്രമേ ആ പ്രതിയെ ഇന്ത്യയിലേക്ക് ആ രാജ്യം നാടുകടത്തുകയുള്ളൂ. കരാറില്ലാത്ത രാജ്യത്ത് ചെന്ന് ഇന്ത്യൻ പോലീസിന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനും ആവില്ല.